നമുക്കൊരു വ്ലോഗ് ചെയ്താൽ ഇതൊക്കെ കണ്ട സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വർക്കുകളാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ നമുക്കിത് പാക്ക് ചെയ്യണം. ഇതിൽ ഓൾറെഡി ഞാൻ എൻ്റെ ഡ്രസ്സുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിന്ന് 2-3 ദിവസം നിൽക്കാൻ വേണ്ടി പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ ഇതൊക്കെ ഇനി ഇതിൽ പൊള്ളിക്കണം. ചുരിദാറും നൈറ്റൊക്കെയാണ് കേട്ടോ അധികവും നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത മെറ്റീരിയൽ. അതുപോലെ തന്നെ അവർ നമുക്ക് മെറ്റീരിയൽ എടുത്ത് തന്നിട്ട് ചെയ്തതൊക്കെയാണ്. അയൺ ചെയ്തിട്ടോ ഒന്നും ആക്കിയില്ല. കണ്ടത് നമുക്കവിടെ കൊടുക്കാനുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയി ഇതൊക്കെ അയൺ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വേണം ഇനി അവർക്ക് കൊടുക്കാൻ. ഇതൊക്കെ വെച്ചപ്പോൾ തന്നെ അത് ഫുള്ളായിട്ടോ. പിന്നെ ഈ ഒരു ഫ്രോക്കും ടോപ്പും വരുന്നത് ഹൈദരാബാദിലേക്ക് നമുക്ക് അയക്കാനുള്ളതാണ്. പക്ഷേ ഇത് ശനിയാഴ്ച അവർ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെള്ളിയാഴ്ചയാണ് കേട്ടോ പോണത്. അപ്പോൾ ഇത് ഫീഡിങ് കുർത്തിയാണ്. അത് അവർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിത് ശനിയാഴ്ച അയക്കാൻ കഴിയുമോ എനിക്കറിയില്ല. കാരണം വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ അവിടുത്തെ കൊറിയർ ഓഫീസൊക്കെ തിരഞ്ഞ് നടക്കണമല്ലോ. ഞാൻ എന്തായാലും അവരെ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കട്ടെ. അവർ ഓക്കെ പറയുകയാണെങ്കിൽ ഞാൻ തിങ്കളാഴ്ച അയക്കും. അപ്പോൾ കൊറിയർ കവറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിൽ കൊള്ളിക്കാൻ സ്ഥലമില്ല. അതിന് അവിടെ പോയിട്ടും കുറച്ച് അടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളും കൂടി ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നല്ല ലോഡായി. ഇനി ആ ഡ്രസ്സിനും കൂടി ഇതിനകത്ത് സ്പേസ് ഇല്ല. അപ്പോൾ എന്തായാലും അവരെ കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ അവർ സെപ്പറേറ്റ് കയ്യിൽ വെക്കേണ്ടി വരും. അങ്ങനെ ഒക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിടാം. കാരണം ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. അപ്പോൾ നല്ല ലോഡാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ബാഗ് കണ്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. എന്നോട് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തിനാ അത്ര റിസ്ക് എടുത്തൊക്കെ പോകണം. കുറേ ആൾക്കാർ പറയുന്നത് കാരണം ഇത്രയും വലിയ ബാഗും 2 കുട്ടികളും എങ്ങനെയാണ് കഴിയണേ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഈ പണികളൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കേട്ടോ. ഇങ്ങനെ റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. ഇങ്ങനെ ഇന്നത്തെ ഈ ഒരു ബുദ്ധിമുട്ട് ഇന്നേ ഉണ്ടാവുള്ളൂ. നാളെ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. പിന്നെ എന്തിനും നമ്മൾ ആ സമയം വെറുതെ ടെൻഷൻ അടിക്കുന്ന, നമ്മൾ നല്ല ജോളിയായിട്ട് നടന്നാൽ പോലെ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഹാപ്പിയായി എല്ലാ റിസ്ക് ഏറ്റെടുത്ത് ഇങ്ങനെ നടത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഭാഗ്യത്തിന് ഞങ്ങൾ ബസ്സിൽ കയറിയതും പേരും മഴ, കുടയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് റോട്ടുമ്പിലൊന്നും ആയ സമയത്ത് മഴ കിട്ടിയിട്ടില്ല. ബസ്സിൽ കയറിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ സുഖമായി. തിരിച്ച് വീട്ടിലെത്തുമ്പോഴും ഞങ്ങൾക്ക് മഴയില്ലായിരുന്നു. അപ്പോഴും മഴ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭാഗ്യം എന്ന് പറയാമല്ലോ. അപ്പോൾ ഞങ്ങൾ ബസ്സിലൊക്കെ പോവുകയാണ്. എനിക്ക് വൈദ്യശാലയിലൊക്കെ ഒരുപാട് കസ്റ്റമർ ഉണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ അയൺ ചെയ്ത് ഞാനത് വൈദ്യശാലയിൽ കൊടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ നാളെ എനിക്ക് വൈദ്യശാലേൻ്റെ വേറൊരു ഭാഗത്താണ് പോകാനുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാം. ഇതാ വൈദ്യശാലേൻ്റെ അടുത്തുള്ള വേറൊരു വൈദ്യശാല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ പരന്ന് കിടക്കുന്നൊരു ഇതാണ് ഈ വൈദ്യശാല എന്ന് പറയുന്നത്. അങ്ങനെ അവിടുത്തെ കുറേ സ്റ്റാഫ് നല്ല സ്റ്റാഫുകളുണ്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിനി നാളെ സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം വിചാരിക്കുകയാണ്. ബായ്.